ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. അപ്പോൾ ഇതിനെ ഗോൽഗപ്പ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിലോട്ടുള്ള ഫില്ലിങ്സും ഈ ഗോൽഗപ്പ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ചനാദാൽ സ്റ്റഫിങ്ങിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചനാദാൽ എടുത്തിട്ടുണ്ട്. അതായത് നമ്മളുടെ വെള്ളക്കടല ഉണ്ടല്ലോ, അതാണ്. ഇതിപ്പോൾ ഞാൻ ഓവർനൈറ്റ് കുതിർത്തിയെടുത്തതാണ്. ഒന്നില്ലെങ്കിൽ ഓവർനൈറ്റെങ്കിലും കുതിർത്തിയെടുക്കുക, അല്ലെങ്കിൽ 8 മണിക്കൂർ കുതിർത്തിയെടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് നമുക്കിത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ചുകൂടെ അതിൻ്റെ മേളിൽ നിന്നോട്ടെ. അതിനുശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലൊരു 4 വിസിലോളം ഒക്കെ വേണ്ടി വരും ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് മീഡിയം ഫ്ലെയിമിൽ 4 വിസിലെടുത്തു. അപ്പോൾ ഇത് കുഴഞ്ഞു പോകാനൊന്നും പാടില്ല. ഇങ്ങനെ കടലയായിട്ട് തന്നെ കിടക്കണം. എന്നാൽ നന്നായിട്ട് കുക്കായി കിട്ടുകയും വേണം. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാട്ട് മസാലയിൽ ഉപ്പുള്ളതുകൊണ്ട് വേറെ ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചനാദാൽ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണിയൻ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചാട്ട് മസാലയിൽ ഉപ്പുള്ളത് കൊണ്ട് വേറെ ഉപ്പ് ചേർക്കുന്നില്ല. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഓണിയൻ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് ചട്നി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 15 ഈത്തപ്പഴത്തോളം ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞ് മാറ്റിയെടുക്കണം. കണ്ടോ? അപ്പോൾ ഈത്തപ്പഴം എല്ലാം കുരു എല്ലാം കളഞ്ഞ് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വാളംപുളിയാണ്. ഇതിപ്പോൾ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഉണക്കിയിട്ടുള്ള വാളംപുളിയാണ്. ഇതിപ്പോൾ ഒരു 10-12 കഷ്ണം വാളംപുളി മതി. പിന്നെ 1/2 കപ്പ് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് 1 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് ശർക്കര ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അരിച്ചിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ ശർക്കരയ്ക്ക് ഇനി അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ് കുഴപ്പമില്ല, ഡയറക്റ്റ് ഗ്രേറ്റ് ചെയ്തങ്ങ് ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരു കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഈന്തപ്പഴവും പിന്നെ വാളൻപുളി ചേർത്ത് വെക്കുക. അത് കഴുകിയതിന് ശേഷമാണ് വാളൻപുളി ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതൊക്കെ വെന്ത് ഉടഞ്ഞ് വരണം. ഈന്തപ്പഴവും പുളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കുഴഞ്ഞ് വരണം. അപ്പോൾ ഇത് തിളച്ച് വന്നപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഞാൻ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് ഒന്ന് വെന്ത് കുഴഞ്ഞ് വരട്ടെ. ഇപ്പോൾ ഇതുകൊണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അതിനുശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ലൂസാക്കി എടുക്കാം. അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുത്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്വീറ്റ് ചട്നി. സ്പൈസി വാട്ടർ റെഡിയാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് പുതിനയിലയാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് പുതിനയില ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ കഴുകി അങ്ങ് ഒഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതാണ്. അപ്പോൾ വറുത്തിട്ടോ വറുക്കാതെയോ ഏതാണെങ്കിലും ചേർത്താൽ മതി. അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ചാട്ട് മസാലയിൽ ഉപ്പുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുറവ് തോന്നിയതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്പൈസി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സ്വീറ്റ് വാട്ടർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പ് ചേർത്ത് ഉണക്കി വെച്ചിട്ടുള്ള വാളംപുളിയാണ്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ചൂടുവെള്ളം ഇരുന്നത് കൊണ്ട് മാത്രം ചേർത്താണ്. ശരിക്കും സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി 1 കപ്പ്. ഇനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ പുളിയൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പ വഴി ഒന്ന് അരിച്ചെടുക്കാം.
അപ്പോൾ നമുക്ക് ഈ പുളി വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. ഈ വേസ്റ്റായിട്ട് വന്ന പുളി അങ്ങ് കളയാം. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഞാൻ 1 കപ്പ് തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് വേറെ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഇത് ഉപ്പ് ചേർത്ത് ഉണക്കി വെച്ചിട്ടുള്ള വാളൻപുളിയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ചാട്ട് മസാലയിൽ ചെറിയൊരു ഉപ്പുണ്ട്, അപ്പോൾ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അപ്പോൾ ഈ പൂരി റെഡിയാക്കാനായിട്ട് ഞാൻ 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നല്ല തരിയുള്ള റവയാണ്, പൊടിച്ചിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. 1/2 കപ്പ് റവയ്ക്ക് 2 ടീസ്പൂൺ മൈദയാണ് അളവ്. അപ്പോൾ അത് ഞാൻ എടുത്ത് റെക്കോർഡായിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആയിട്ട് വേണം ഇരിക്കാനായിട്ട്. കാരണം ഇത് റവ ആയതുകൊണ്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് സോഫ്റ്റായിട്ടുള്ളൊരു ഡോ ആക്കി എടുക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ഒരു മാവ് ഇരിക്കാനായിട്ട്. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല മാവ് അത്യാവശ്യം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഒത്തിരി കട്ടിയല്ല, ഒത്തിരി സോഫ്റ്റും അല്ല. നമ്മൾ വെച്ചതിൽ നിന്നും ചെറിയ രീതിക്കൊരു കട്ടി ഉണ്ടാകും, ചെറുതായിട്ട് കേട്ടോ. കാരണം ആ റവ അതിനകത്തെ മോയ്സ്ചർ കുറച്ചങ്ങ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ ഒരു മാവിനെ ഇനി 2ആയിട്ട് ഇങ്ങനെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് തിന്നും അല്ല, ഒരുപാട് കട്ടിയിലും അല്ലാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒത്തിരി ഒരുപാട് അങ്ങ് തിന്നാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് തിക്കായിട്ടും അല്ല ഇരിക്കേണ്ടത്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിൽ വേണം ഇതിൻ്റെ ഒരു തിക്നെസ്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തെങ്കിലും കട്ടറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും അടപ്പോ ഉണ്ടെങ്കിൽ അത് വെച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതായിട്ടിത് കട്ട് ചെയ്യരുത് കേട്ടോ, ഈ ഒരു വലിപ്പമെങ്കിലും വേണം. ഇങ്ങനെ അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ പരത്തി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് 4-5 എണ്ണം ഒരുമിച്ച് അങ്ങ് കിട്ടും. ഓരോന്ന് വെച്ച് പരത്തുന്നതിലും എളുപ്പം ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു മാവ് നമ്മൾ കളയണ്ട. ഇതുപോലെ തന്നെ നമുക്ക് പരത്തി എടുത്തിട്ട് പൂരി റെഡിയാക്കി എടുക്കാൻ പറ്റും. എടുക്കുന്ന സമയത്ത് കട്ടിയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം തൂത്ത് ഒന്ന് കുഴച്ചതിന് ശേഷം പരത്തിയാൽ മതി. അപ്പോൾ നമ്മൾ ഈ പൂരി പരത്തുന്നതിന് മുമ്പേ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരിക്കണം. നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം നമ്മൾ ഈ പൂരി ഇട്ട് കൊടുക്കാനായിട്ട്, എങ്കിൽ മാത്രമേ ഇത് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ 4-5 എണ്ണം ഇട്ട് കൊടുക്കാം. നമ്മളുടെ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് കണ്ടോ. അങ്ങ് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ചൂട് കൊണ്ട് ഉടനെ തന്നെ അത് പൊങ്ങി വരും. എണ്ണയ്ക്ക് ചൂടില്ലെങ്കിൽ പൂരി പൊങ്ങി വരത്തില്ല. നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ലോ ആക്കി വെക്കാം. അതിന് ശേഷം ഇങ്ങനെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ വരുന്നത് വരെ ഇതങ്ങ് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള പൂരീസ് ഒരു തുണി കൊണ്ട് കവർ ചെയ്തിടണം, അല്ലെങ്കിൽ അതങ്ങ് ഡ്രൈ ആയി പോകും. കണ്ടോ, അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ പൂരി അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 4 പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ളത് കൂടി ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ അസംബിൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പൂരി എടുക്കുക, അതിൻ്റെ മുകളിൽ വശം ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വെച്ച് കൊടുക്കുന്നത് നമ്മൾ ചനാദാൽ സ്റ്റഫിംഗ് ആണ്. അതിനുശേഷം ഓണിയൻ സ്റ്റഫിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ആ ഒരു സ്വീറ്റ് ചട്നി ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ സ്വീറ്റ് ബൂന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബൂന്തി ഉണ്ടല്ലോ അതാണ്. പിന്നെ നമ്മളുടെ സ്പൈസി വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചട്നി. അപ്പോൾ ചട്നി വേണമെങ്കിൽ ലൂസാക്കാം, പക്ഷെ ഞാനിപ്പോൾ ലൂസാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അടിപൊളി പാനിപ്പൂരി അഥവാ ഗോൽഗപ്പ. അപ്പോൾ ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഈ ഒരു പാനിപ്പൂരി ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.